എല്ലാവരുടെയും ഭയം എന്താ? നിലനിൽപ്പാണല്ലോ. ഇപ്പം നാളെയിൽ എന്തെങ്കിലും ചില്ലറ അവിടുന്ന് കിട്ടണം, അല്ലെങ്കിൽ എവിടെ, കാരണം ഇവരെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. എൻ്റെ കണക്ക് വേലയും കൂലിയില്ലാതെ നടക്കുന്ന ഒരാളല്ല. എനിക്കിതൊരു പ്രശ്നമില്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കിട്ടിയതൊക്കെ എന്തോ വലിയ ഭാഗ്യമായിട്ട് കരുതിയിരിക്കുക. ഞാൻ 10,000 രൂപ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് 1 ലക്ഷം രൂപ കിട്ടുമ്പോഴത്തേക്ക് ദൈവമേ 1 ലക്ഷം എന്ന് കരുതി സന്തോഷത്തോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിനകത്ത് അഹങ്കാരമില്ല, ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നത്, എടി 12,000 രൂപ മാസം ശമ്പളം മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ ജോലിയെടുക്കുന്ന സ്ത്രീകളുണ്ട്, 6,000 7,000 മേടിക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവരും ജീവിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അനാവശ്യമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ചിലവാക്കുമ്പോഴും നീ ആദ്യം വിചാരിക്കണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാനൊരു സാധാരണ ജോലിക്ക് പോയാൽ മാക്സിമം പോയാൽ കിട്ടുന്ന 15,000 ശമ്പളമായിരിക്കും, 20,000 ശമ്പളമായിരിക്കും. അതിൽ ജീവിക്കേണ്ട സാഹചര്യത്തിൽ ആലോചിച്ച് ജീവിച്ചോണം. കിട്ടുന്നത് പ്ലസ് ആയിട്ടേ കാണാവൂ. ദൈവത്തോട് നന്ദി പറഞ്ഞോണം. അഹങ്കരിക്കരുതെന്ന് എപ്പോഴും ഞാൻ പറയും. കാര്യം എന്താണെന്നറിയാമോ? ഏത് നിമിഷവും ഞാൻ ആ ലെവലിലേക്ക് പോകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഞാൻ ഇങ്ങനെ വിളിക്കും, ഹരി അളിയാ 1,000 രൂപ അയച്ചോളെ, അതിൽ 5 പൈസ എടുക്കാനില്ല, അല്ലെങ്കിൽ ഹരീഷേ പൈസ അയച്ചോടാ എന്ന് ഞാൻ പറയും. അതാണ് എൻ്റെ സുഹൃത്തുക്കൾ തരുന്ന 10 രൂപ ജീവിക്കുന്നതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നത്. അവിടാണ് ഞാനാവുന്നത്. തീർച്ചയായും ഞാൻ ഒരുത്തന്നെ ആശ്രയിക്കാൻ പോകത്തില്ല. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മളിപ്പോഴും പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നു. അല്ലെ, പേര് വെളിപ്പെടുത്താത്തത് ഇവനെയൊന്നും പേടിച്ചിട്ടൊന്നും അല്ല. ഓക്കെ, പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പിന്നെ അവരുടെയും കൂടെ പേര് പിന്നെ ഞാൻ പറയേണ്ടി വരും. ഇരകളുടെ പേര് പറയണ്ട. അതുകൊണ്ടാണ് ഇരകളുടെ പേര് പറയാൻ ഞാൻ ഇവിടെ നിർബന്ധിച്ചിട്ടില്ല. ഇവരെ വേട്ടക്കാരാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചാനലിനുള്ളിൽ ഒരു അന്വേഷണം വന്നാലോ, ചാനലിലേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നാലോ 100% എന്റെ ഉദ്ദേശം എന്താ, എനിക്കിവരെ ചാനൽ, ഇത്രയും വലിയൊരു ചാനൽ, അവരുടെ 2 സ്റ്റാഫിനെതിരെ അഖിൽമാരായിരുന്ന ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ചാനൽ അഖിൽമാരാണ് വിളിച്ചിട്ട് അഖിൽമാരാർ അവരുടെ പേര് പറയാൻ അത്രയും ബോധമുള്ളവരുള്ള ചാനൽ ഇരിപ്പുള്ളൂ. കിഡ്നി മാറ്റി വെക്കാൻ നടക്കുമോ ഇന്നലെ രാത്രി തൊട്ട്? അത് അഖിലല്ല പറയുന്നുള്ളൂ, അഖില് തന്നെ എല്ലാം പറയുന്നത്. അഖില് പറയുന്നു അവരുടെ പേര് ഇന്ന ആളെന്ന് അഖിലിനറിയാം, അവർ കിഡ്നി മാറ്റി വെക്കാൻ അവർ മറ്റുള്ളവരെ വിളിച്ച് പൈസ എങ്ങനെയെങ്കിലും ഒതുക്കിത്താ മക്കളെ എന്ന് പറയുന്നത് എല്ലാം അഖിലിന്റെ സംശയം. ഞാൻ പറഞ്ഞോട്ടെ, മര്യാദകേട് കാണിച്ചവന് അറിയാം അവൻ കാണിച്ച മര്യാദകേടുകളെ കുറിച്ച്. നമ്മളിപ്പം കേരളത്തിൽ അറിയാവുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ പൊതുമധ്യത്തിൽ അപമാനിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പലപ്പോഴും സെലിബ്രിറ്റി സ്റ്റാറ്റസ്. അത് പറയുമ്പോൾ അഖിലിപ്പം ഒരു ഇരയുടെ കാര്യങ്ങൾ പറഞ്ഞു. ദിലീപ് എന്നൊരു വ്യക്തി ഒരു ഇരയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത, ദിലീപിന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാകില്ല. സപ്പോർട്ട് അതൊരു പെൺകുട്ടിയായിരുന്നു. അഖിൽ അത് മറക്കരുത്. ദിലീപാണ് പ്രതി. പറഞ്ഞിട്ടുണ്ടോ? ഇര പറയാത്തോണ്ടാണ് കോടതി അദ്ദേഹത്തിനെ ജയിലിലടക്കുകയും പിന്നീട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അന്ന് ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാഗ്രഹം. അന്നൊരു ഇര ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോഴും അന്നവിടെ ഒരു ഇര ഉണ്ടായിരുന്നു. അന്നൊരു ഇര ഉണ്ടായിരുന്നു, മറക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ല. ഇര ഉണ്ടായിരുന്നു. അന്ന് അനുകൂലിച്ചിട്ടുള്ളന്ന്. പീഡനത്തിന് വിധേയായ പെൺകുട്ടിക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ ഞാൻ കൊടുക്കും. പൾസർ സുനി പറഞ്ഞെന്നും പറഞ്ഞിട്ട് മറ്റേ 1 കിലോമീറ്റർ അപ്പുറത്തേക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഫെമിനിസ്റ്റുകളായാലും ഏതവളുമാരാന്നുണ്ടെങ്കിലും പറയാനുള്ളത് പറയുകയും ചെയ്യും. ഫെമിനിസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആരാ ഈ മനുഷ്യന്റെ ജീവിതം തകർക്കാൻ എല്ലാത്തിനെയും പറയും. അപ്പൊ അന്ന് എനിക്കത് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അഖിലല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് വെറുതെ വിടുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയുമല്ലോ. കോടതി ദിലീപിനെ വെറുതെ വിടുമ്പോൾ പറയുമല്ലോ. പോലീസ് ഒരു എഫ്ഐആറിനകത്ത് ഒരാളെ എഴുതി ചേർക്കാൻ പോലീസുകാർക്ക് ഫ്രോഡ് പരിപാടി കാണിക്കാൻ പറ്റത്തില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? അല്ല, അത് തന്നെയാണ് ഇവിടെ സമയം. ഇപ്പം ഏഷ്യാനെറ്റ് കാര്യം പറഞ്ഞല്ലോ, ഇര കേസ് കൊടുക്കട്ടെ. എന്നെ അല്ലല്ലോ പീഡിപ്പിച്ചത്. നിങ്ങൾ കുറെ നേരം ചോദിക്കട്ടെ. ഈ കേസ് ഇപ്പൊ എടുത്തിട്ട് ദിലീപിന്റെ കേസ് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സമൂഹം മൊത്തം ആ കുട്ടിക്ക് കൂടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇപ്പറേ നിൽക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിനൊപ്പം ഞാൻ നിൽക്കും. അതാണ് സത്യം. സത്യത്തിനൊപ്പം നിൽക്കൂ. ദിലീപിന്റെ ഭാഗത്താണ് സത്യം. ഞാൻ ഇപ്പം ദിലീപേട്ടൻ്റെ പടം ഇറങ്ങി, ഞാൻ പ്രൊമോഷൻ വന്നിട്ടുണ്ടോ, പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അങ്ങേര് ഞാനിവിടെ നിൽക്കുന്ന ബിഗ് ബോസിന് ശേഷമുള്ള ആകെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ടൊന്ന് കണ്ടപ്പോൾ ഒരു എടുത്തൊരു ഫോട്ടോ അല്ലാതെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയോ പിടിക്കുകയോ എനിക്ക് 10 പൈസ തരികയോ ഒന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നുമല്ല വിഷയം. ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ടാവും. എനിക്ക് കാര്യകാരണ സഹിതം അന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ ഈ വിഷയത്തിൽ പ്രതിയല്ല എന്ന് എനിക്ക് തോന്നിയത്. അല്ലാതെ കേരള പോലീസ് ഒരാളെ എഫ്ഐആർ ഇട്ട് എന്തുകൊണ്ട് ജയിൽ DGP ശ്രീലേഖയ്ക്ക് തോന്നി ദിലീപ് നിരപരാധിയാണെന്ന്? ശ്രീലേഖ നേരത്തെ തോന്നാമായിരുന്നല്ലോ.
അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയാമായിരുന്നല്ലോ. അത് ശരി, അങ്ങനെ പറയാമായിരുന്നല്ലോ. ശ്രീലേഖയ്ക്ക് എന്ത് അവർക്ക് അവർ എത്രയും പറഞ്ഞില്ലേ? എത്ര ജയിൽ പുള്ളികളോടൊപ്പമുണ്ട് കരിക്ക് മേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട് തോന്നി? അവിടെ ലീവിനെതിരെ ഒരു തെളിവുമില്ല. എന്താ കോടതിയിലാണ്. ഇനി കോടതിയിൽ കേസാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഞാൻ ഇത് വന്നപ്പം അതിലേക്ക് ഞാൻ ലളിതമായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഊച്ചാളി സ്റ്റാഫ് ആരെങ്കിലും, ക്ഷമിക്കണം കേട്ടാ, ഞാൻ നിങ്ങളെ പറഞ്ഞതല്ല, ഏതോ ഒരു താഴെ തട്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവൻ ഒരു പെൺകുച്ചിനെ ബലാത്സംഗം ചെയ്തിട്ട് ഹൈദർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അന്വേഷിക്കണ്ടേ? പിന്നെ വേണ്ടേ? നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന തെളിവുകൾ വേണ്ടേ? അന്വേഷിക്കണമല്ലോ. നിങ്ങൾ പൈസ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടേ? ഇതെല്ലാം കിട്ടിയിട്ട് വേണ്ടേ നിങ്ങളെ പിടിച്ചകത്തിടാൻ? അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിടിച്ചകത്തിടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പോയി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് മോഹൻലാൽ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ, അല്ല പിണറായി വിജയൻ പറഞ്ഞാൽ, നരേന്ദ്രമോദി പറഞ്ഞാൽ ഇവരെ പിടിച്ചകത്തിടൂ? ഒന്നും തെളിവില്ലാതെയാണ് പിടിച്ചകത്തിട്ട്. 100% അത് പോലീസിന് ഉറപ്പാണ്. 100% പോലീസ് 376B എന്ന് പറഞ്ഞാൽ എന്താ വകുപ്പ്? 100% 376B എന്ന് പറഞ്ഞാൽ കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ഏർപ്പെടുമ്പോൾ ചുമത്തേണ്ട വകുപ്പല്ലേ? അത് ഈ ക്രിമിനൽ ഗൂഢാലോചന ചുമത്തി ദിലീപിനെതിരെ ചുമത്തേണ്ട കാര്യം എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ? ആലുവ ജയിലിൽ പിടിച്ചിരുത്തിയിട്ട് പുള്ളിയെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് അകത്തിടുമല്ലേ? ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ബോധ്യം വരുന്ന സമയത്ത് ഒരു ആരോപണം നമുക്കെതിരെ വരുമ്പോൾ ഏത് വിധേന അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദിലീപിനെ പോലെ ഒരാൾ തനിക്കെതിരെ ഇങ്ങനൊരു ആരോപണം വരുന്നുണ്ടെന്ന് കേൾക്കുന്ന നിമിഷം വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ വേണുനാഥം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പോവില്ല. അതൊരു ബേസിക് പൾസ്. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സാധാരണ ലോജിക്കാണത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കുടുങ്ങുമെന്ന് കാണുന്ന ഒരു മൊമെൻറ്റിൽ പൊങ്ങി വരാതെ ഒതുക്കാനേ ശ്രമിക്കൂ. ദിലീപ് വഷളാക്കുകയാണ് ചെയ്തത്. എന്താ കാര്യം? ദിലീപ് അത് ഈ പ്രതിയല്ല. ഇതൊന്നും എൻ്റെ മേളിൽ ബാധിക്കാൻ പോകുന്നില്ല. ആ കോൺഫിഡൻസിലാണ് വിളിച്ചുകൊണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ദുബായിലും മറ്റുള്ള പരിസരങ്ങളിൽ ഒളിവിൽ പോയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ മന്ത്രിമാർ മുങ്ങുമല്ലോ. ഒരു വിഷയം വരുമ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് മന്ത്രിമാരുടെ മക്കൾ മുങ്ങുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഒന്നിനെയും പേടിച്ചിട്ടുള്ളവരല്ല, ഞങ്ങൾ എന്താണ് മലമറിച്ചിട്ട് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ടുള്ളവരല്ല. ഇതുവരെ വിചാരണയ്ക്ക് പോയിട്ടില്ല. ലാവ്ലിൻ കേസിൻ്റെ വിചാരണയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. വിചാരണയ്ക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. 14 മണിക്കൂർ മുമ്പ് അന്വേഷണ കമ്മീഷൻ മുമ്പിരുന്ന മുഖ്യമന്ത്രിയാണ്. ഒരു വിചാരണ പോലും അതിനുപോലും പേടി. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ മുഖ്യമന്ത്രി. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പോയാൽ കുടുങ്ങും. അന്വേഷണം പോലീസുകാർ പിടിച്ചാൽ കുടുങ്ങും. പക്ഷേ ദിലീപ് പോയിരുന്നു കൊടുത്തു. അയാൾ വിചാരിച്ച് ചോദ്യം ചെയ്തിട്ട് തിരിച്ചു വിട്ട് കളഞ്ഞു. ചോദ്യം ചെയ്യാൻ വിളിച്ച് കയറ്റി പുള്ളിയെ പിടിച്ച് അകത്തിട്ട് കളഞ്ഞു. കുടുക്കി കളഞ്ഞില്ല. അതിനാ ജയിലിൽ പോയി കഴിഞ്ഞാൽ ദിലീപിന് പിന്നെ വേറെ വല്ലതും ചെയ്യാൻ സ്പേസ് ഉണ്ടോ? 86 ദിവസം അതിനകത്ത് കിടന്നു. അതൊക്കെ ആ വകുപ്പിൻ്റെ സ്വഭാവം അതാണ്. 86 ജാമ്യം കിട്ടത്തുള്ളൂ. 20 വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു വകുപ്പാണ് 376B, കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നവൻ്റെ പ്രതിക്ക് ചുമത്തേണ്ട വകുപ്പ്. അതുകൊണ്ട് അത് നമ്മളെ വിഷയമല്ല. എന്താണെന്നറിയോ? തെറ്റാട്ടോ. എരാന്ന വാക്കേ തെറ്റാ. എരയെ നമ്മൾ എന്തിനാ എര ഉപയോഗിക്കുന്നത്? നേരത്തെ താങ്കൾ പറഞ്ഞ നിങ്ങൾ എരാന്നൊന്നും പറയരുതെന്ന് നേരത്തെ പറഞ്ഞ അങ്ങനെയല്ലേ? നമ്മൾ എരാന്നെങ്കിലും പറയരുത്. കാര്യം നമ്മൾ ചൂണ്ടയ്ക്കകത്ത് ഇരയെ കൊളുത്തുന്നതിനാ, മീൻ പിടിക്കാനാ, നല്ല ഒന്നാം തരം സ്രാവിനെ പിടിക്കാനും ഇര ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇര ഇടുന്ന ഉദ്ദേശം വേറൊന്നിനെ പിടിക്കാനാണ്. അപ്പോൾ വേറൊന്നിനെ കൊടുക്കുക എന്നുള്ളതാണ് ഇരയുടെ ലക്ഷ്യം അല്ലേ? അപ്പോൾ ഇടുന്ന ചൂണ്ടയ്ക്കകത്ത് ഇരയാവാതിരിക്കുക എന്നുള്ളതാണ് പലരും ശ്രമിക്കേണ്ടത്. കാരണം ഈ ഇരയാക്കിക്കൊണ്ട് ചൂണ്ടയിരുന്ന വേറെ ടീംസ് കാണും. അങ്ങനെയുള്ള കുറേ ടീംസ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ദിലീപിന് അറിയാവുന്ന. ദിലീപ് അടുത്ത സമയത്തും പറഞ്ഞത് തന്നെ. അങ്ങനെ ദിലീപിനെ ഇരയാക്കിയതാണ്. ഒരാളെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആക്കിയാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു പീഡനം ഉണ്ടാകുന്നു, അത് ഇയാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാനിത് എന്താണ് ഞാൻ താങ്കളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുറച്ചുകൂടെ ലളിതമാക്കി മനസ്സിലാക്കാനാണ്. ഇപ്പോൾ താങ്കളുടെ ഓഫീസിൽ നിങ്ങൾക്കൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. അന്നേരത്തെ ദേഷ്യത്തിന് നിങ്ങൾ വിളിച്ച് പറയണം, ഞാൻ തകർത്ത് കളയും നിന്നെ, നീ ഈ ഓഫീസിലുണ്ടാവത്തില്ല, നീ ഒരൊറ്റ ഓൺലൈൻ മീഡിയയിലും വർക്ക് ചെയ്തില്ല, എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാശിക്ക് ഇറങ്ങി പോവുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു. അത് ഹൈദറ ചെയ്തതെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാം. നിങ്ങളോട് ശത്രുതയുള്ള മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ കുടുങ്ങിപ്പോവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സാധനത്തിനകത്താണ് ഈ പണി പണിഞ്ഞത്. ഇതെല്ലാം പുറത്തു വരും. ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതം തകർന്ന് ധരിപ്പണോ കേട്ടോ. ഞാൻ പുള്ളിയുടെ സിനിമകൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മോശം പടങ്ങളായതുകൊണ്ട് തിയേറ്ററിൽ പരാജയപ്പെടുന്നു. അല്ലാതെ ഈ ഒരു കാരണം കൊണ്ടാണ് പരാജയപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സിനിമകൾ പരാജയപ്പെടുന്നു. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെ നിർമ്മിച്ച പടമാണ് ബാന്ദ്ര. പ്രേക്ഷകർക്ക് ആ പടം വലിയ ബഡ്ജറ്റായിരുന്നു. പക്ഷേ ആ സിനിമ മോശമായതുകൊണ്ട് പ്രേക്ഷകർ പരാജയപ്പെട്ടു. അല്ലാതെ ഈ വിഷയം കൊണ്ടൊന്നുമില്ല. ഈ വിഷയം കത്തിയ സമയത്താണ് രാമലീല ഇറങ്ങുന്നത്. സിനിമകൾ പരാജയപ്പെടുന്നത് ഇതൊന്നും കൊണ്ടല്ല. അത് മോശം സിനിമ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. പക്ഷേ അയാൾ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തെ നമ്മൾ എന്ത് ക്രൂരത അങ്ങനെ വന്നേ കാണി. നാളെ ഒരു സമയത്ത് ഇയാൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ
കോടതി പറയുകയാണ് ഇയാൾ തെറ്റുകാരനല്ല, ദിലീപിനെ കേരള പോലീസ് കുടുക്കിയതാണെന്ന്, പണ്ട് നമ്പിനാരായണനെ കുടുക്കിയണക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിന്നെ അവസ്ഥ? എന്തായാലും ഈ കോടതിയിൽ നിന്ന് നീതി ഇരക്കി ലഭിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അടുത്ത ഇടും. ഹായ് മൂവോൾ, ഞാൻ ഏരിയ ജേക്കബ് ബാംഗ്ലൂരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് സീസൺ 1 തൊട്ട് കാണുന്ന ഒരാളാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അതിന് വലിയ സംശയമുണ്ടായിരുന്നു, ഇത് അവർക്ക് വേണ്ടപ്പെട്ട ഏഷ്യൻറ്റുകാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കപ്പ് കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു കളിയാണോ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇപ്പം നിങ്ങൾ എത്ര എമൗണ്ടാണ് അവിടെ കൊടുക്കുന്നത് അതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ട് അവിടെ അവർ തമ്മിൽ ഒരു ഡീലിംഗ് നടത്തി അങ്ങനെ ഒരു കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു ഷോയാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ 3-4 ഒക്കെ ആയപ്പോൾ അത് ആരും റിയാക്ട് ചെയ്യാത്തത് പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നും പറയാൻ പറ്റില്ല. വോട്ടിങ് ചെയ്യുക, വീഡിയോസ് ഷോ കാണുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തെ ഷോ കണ്ടില്ല, സീസൺ 4 കണ്ടില്ല. 5 വന്നപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ പറഞ്ഞൊരു വ്യക്തി വന്ന് 50 ദിവസമായിട്ടും ഇത്രയും മോശമായ രീതിയിലും എല്ലാം കണ്ടിട്ടും അവരുടെ പാരൻസിനെ മാത്രം കാണാൻ വേണ്ടി ഇത്ര നാളും ഒരു ഷോയിലും ഞാൻ കണ്ടിട്ടില്ല പാരൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നു കഴിഞ്ഞിട്ടും ഗെയിം മാറ്റി കളിക്കുന്നു വെച്ചാൽ ഗബ്രിയായിട്ടുള്ള അത് കുറച്ച് ദൂരം അകലം വഹിച്ച് പിന്നെ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ബിഗ് ബോസ് ഇവർക്ക് സപ്പോർട്ട്, ഏഷ്യൻറ്റുകാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ പാരൻസ് പുറമേ നിന്ന് കാണുന്ന കളി എന്താണെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ജാസ്മിൻ അത്ര ധൈര്യത്തോടെ അത്രയും അവിടെ ചെന്ന് കളിക്കില്ല. അത് മാത്രമല്ല ഇവർക്ക് വേണ്ട ആൾക്കാരെ മാത്രമേ ഇവരുമായിട്ട് ഒരു വേറൊരു ഡീലിംഗ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇത്ര എമൗണ്ട് ബിഗ് ബോസിന്റെ എമൗണ്ട് വേറെന്തെങ്കിലും ഒക്കെ ഒരു ഡിമാൻഡ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവര് ഗെയിമിനകത്ത് കയറുന്നതെന്ന് എനിക്ക് സംശയം വന്നു. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരണം. പിന്നെ സിജോ ചേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ്. കാരണം ചിലരെ ഞാൻ പറഞ്ഞല്ലോ അത് മുൻപുണ്ടായിട്ട് ഇതിപ്പോൾ നമ്മൾ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ കയറി എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. മറ്റേ നമുക്ക് വളരെ ചെറിയ പൈസ പെനിക്കൊക്കെ തന്നിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിച്ചച്ചട്ടി കൈയിട്ട് വരലേട്ടാ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ആയിരിക്കത്തില്ല ചിലർക്ക് കൊടുക്കുന്നത്. ചിലരുമായിട്ട് ധാരണ വയ്ക്കും. ഇവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഇവർ വിളിച്ച് കയറ്റുമ്പോൾ അത്തരം ധാരണകളൊക്കെ ഇവർ വെച്ചേക്കാം. ഇപ്പോൾ ചില സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് പൈസയൊന്നും തരത്തില്ല, നിനക്കൊരു അവസരം മേടിച്ചു തരാം എന്ന് ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ ചിലരോട് പറയും. അപ്പോൾ ഈ പിള്ളേരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അവസരം കിട്ടിയാൽ മതി, ഇപ്പോൾ പേരും പ്രശസ്തിയും കിട്ടുമല്ലോ, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഒരുപാട് പിള്ളേർ ചില സിനിമയിൽ അഭിനയിക്കും. കൺട്രോളർമാർ പ്രൊഡ്യൂസർ ചെയ്യുന്ന അവരുടെ പേരിൽ ചിലപ്പോൾ 5,000 രൂപ എഴുതി മേടിക്കും. അങ്ങനെ ചിലപ്പം 10 പേരെ പറ്റിക്കുമ്പോൾ 50,000 കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് ഇതിനകത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. ഇതൊക്കെ കേട്ടാലൊന്നും ആർക്കും അവിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് വേറൊരാളുടെ ജീവിതം നശിപ്പിക്കാതിരുന്നാൽ മതി. ഓക്കെ, അടുത്ത വീഡിയോ. ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് 24/7 ഇത് ഉള്ളതെന്ന് പറയുന്നത് മീൻസ് ചില സംഭവങ്ങളൊക്കെ എഡിറ്റഡ് ആണെന്ന് പറയുന്നു. അപ്പം ഇത് ചെറിയ ക്ലിപ്സ് ഒക്കെ അത് എഡിറ്റഡ് ആകും. സോ അത് നമുക്കറിയാലോ, ഷോ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംതിങ്. പക്ഷെ ഇത് ഫുൾ സ്ക്രിപ്റ്റഡ് ആണോ? എനിക്ക് അത്രേ ചോദിക്കുള്ളൂ. ഒരിക്കലുമല്ല. 24/7 എന്ന് പറയുന്നത് റിയൽ 24/7 തന്നെയാണ്. അതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാളുടെ ഭാഗത്തുള്ള ക്യാമറ ആംഗിളുകളെ മാറ്റി കാണിക്കാമെന്നുള്ളത്. ഇന്നൊരാളെ കാണിക്കണ്ട, ഇപ്പം ജാസ്മിനെയും ഗബ്രിയെ മാത്രം കാണിച്ചാൽ മതി എന്നവർക്ക് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. അതുകൊണ്ട് അപ്പുറത്ത് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയും പ്രേക്ഷകർ കാണാതിരിക്കും. അത് സ്ക്രിപ്റ്റഡെന്നോ എഡിറ്റഡെന്നോ ഉപയോഗിക്കേണ്ട പദമൊന്നുമല്ല. അതാണ് നമ്മൾ കാണുന്നത്. അതാണ് അവർക്ക് അതാണ് കാണിക്കാൻ ആഗ്രഹം. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 5 ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു വിഷ്ണു. മികച്ച മത്സരാർത്ഥിയായിരുന്നു. തുടക്കത്തിൽ അവനെ കണ്ടാണ് ബിഗ് ബോസിൻ്റെ ഗെയിം എന്താണെന്ന് ഞാൻ പോലും പഠിച്ചത്. വിഷ്ണുവിനെ ഒന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലെന്നേ. വിഷ്ണു കൊള്ളാവുന്ന മത്സരാർത്ഥിയാണ്, പെൺകുട്ടികൾക്ക് അട്രാക്ഷൻ തോന്നുന്നൊരു മത്സരാർത്ഥിയാണ്, ഗെയിം അറിയാവുന്നൊരു മത്സരാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഈ TRP താഴെ പോയി ഇവർ തന്നെ പറയുന്നത് എന്തോ കാര്യം? ഇമാതിരി ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഞാൻ TRP ഉണ്ടാവൂ? കൊള്ളാവുന്ന കണ്ടന്റ് കാണിക്കണ്ടേ? 2.5 മണിക്കൂർ സാധനമാണ്. 2.5 മണിക്കൂർ ഒരു ദിവസത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോഷൻ കട്ട് ചെയ്ത് കൊടുക്കും. അതിനകത്തുനിന്ന് എൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ കണ്ടന്റ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ സാധനം ടെലികാസ്റ്റ് ചെയ്യും. ഇത് ഏഷ്യാനെറ്റ് സ്റ്റാഫുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെന്ന് അവർക്ക് തന്നെ ഭ്രാന്ത് പിടിക്കാറുണ്ട്. അതാണ് എഡിറ്റർമാർ പല പിള്ളേരും എൻ്റെ അടുത്ത് പേഴ്സണലി പറയുന്നുണ്ട്, അണ്ണാ ഞങ്ങൾ തൈകിട്ട് ഞങ്ങൾ മറ്റേത് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഏഷ്യാനിലെ ഒരു എഡിറ്റർ പയ്യനൊക്കെ ഉണ്ട്. അന്നേരം ഇവിടെ മുംബൈയിൽ വെച്ചിട്ട് ഞാൻ ജിയോയുടെ IPL-ൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവൻ നേരത്തെ ഇതിനകത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അതിനകത്ത് കിടന്ന ഓരോ അഖിലേട്ടനെതിരെ നടത്തിയിട്ടുള്ള ഓരോരോ പരിപാടികളും കാര്യങ്ങളും. അതല്ലേ, ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഓൾറെഡി ചോദിക്കാൻ വെച്ചതിന് ഉള്ള എല്ലാ മറുപടി അഖിലേട്ടൻ പറഞ്ഞ്, എങ്കിലും എന്തായാലും കടമെങ്കിലും ചോദിക്കും. എന്തായാലും ചോദിക്കാന്ന് പറഞ്ഞാൽ
അല്ല, അഖിലേട്ടൻ ഒറ്റയ്ക്ക് നേടി വന്നതാണല്ലോ, അതുകൊണ്ട് കടം ചോദിക്കാൻ പറ്റില്ലല്ലോ. അത് നേടിയെടുക്കുക. അതിന് പുറമെ ഈ സോഷ്യൽ മീഡിയക്ക് അപ്പുറം അമ്മമാരാണ് ഈ പ്രോഗ്രാം കൂടുതൽ കാണുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും ഈ അയൽക്കൂട്ടത്തിലാണെങ്കിലും അതുപോലെ ഈ തൊഴിലുറപ്പിലൊക്കെ അമ്മയുടെ കൂടെ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഇതുപോലെ അയൽക്കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവർ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഏഷ്യാനെറ്റിൽ 2 പേരാണ് ഇങ്ങനെ കളിക്കുന്നത്, അല്ലെ ഏഷ്യാനെറ്റിന്റെ ബോർഡ് മെമ്പേഴ്സാണ്, കമ്പനിയിലെ ബാക്കി ഉള്ളവരാണ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണിൽ അവർ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളിൽ നിന്ന് മാറിയുന്ന അവർ ഇത് നോക്കി കാണുന്നത് ഇതിൽ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലാലേട്ടൻ നിസ്സഹായനാണോ? അദ്ദേഹത്തിന് ഇതിലൊരു ഇടപെടലുകളും അല്ലെങ്കിൽ പുള്ളി ഇത് ചെയ്യുന്നതായിട്ടാണ് പുറം ലോകം ഇതിനെ നോക്കി കാണുന്നത്, അതിലാണ് ഇതിന് കൂടുതൽ റീച്ചും കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ നിസ്സഹായനാണോ? ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനൊരു മറുപടി എന്ന രീതിയിൽ ആരും പറഞ്ഞു കണ്ടിട്ടില്ല ഈ ഒരു ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ അതിൽ താങ്കളുടെ ഒരു നിലപാട് അറിയാൻ അല്ല, താല്പര്യം. ഇതിനകത്തെന്ന് പറഞ്ഞാലേ എനിക്ക് ഒരു വിഷമം തോന്നുന്നൊരു കാര്യം അതാണ്. കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനത ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാൽ. ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൻ്റെ പുറത്ത് ഒരുപാട് തെറി കുറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പരിസരം ഏറ്റവും പീക്കിലെത്തി എന്ന് പറയുന്ന ഒരു സീസണാണ് ഇത്തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അവർ പറയുന്നതിനനുസരിച്ച് വന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് പൊതുവെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ആരിലേക്ക് അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ലാലേട്ടൻ, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിൽ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞിട്ടുള്ളൊരു ലാലേട്ടൻ പൊതുവെ തൻ്റെ ജോലി എന്താണോ അത് അവിടെ വന്ന് ചെയ്തിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മലയാളത്തിലെ മമ്മൂക്കയും മോഹൻലാലിനെയും വ്യത്യാസപ്പെടുത്തി മമ്മൂക്കയായിരുന്നു ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിളിച്ചിട്ട് ഇതെന്തോന്ന് കോപ്പിലെടുത്ത് എഴുതി വെച്ചേക്കുന്നത്, എൻ്റെ പട്ടി ചോദിക്കും, എനിക്കറിയാം എന്തോ ചോദിക്കണം എന്നുള്ള കാര്യം. എപ്പിസോഡിനകത്ത് 1-2 നമ്മൾ എന്നെ കാണിക്കുക, ചോദിക്കുന്ന സാധനങ്ങൾ എന്നെ വിഷ്വലി കാണിക്കുക എന്ന് കണ്ടിട്ട് അദ്ദേഹം ചിലപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. അത് വേണമെങ്കിൽ എൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അറിയില്ല, അങ്ങനെ മമ്മൂക്ക അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് ആവാൻ നമുക്ക് താല്പര്യമില്ല, നിങ്ങളെ ഈ കോൺട്രാക്ട് കഴിഞ്ഞാൽ നമുക്ക് മാറ്റും, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഏഷ്യാൻ്റെ ഞങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാതിരിക്കാം. പൊതുവെ പക്ഷേ ലാലേട്ടൻ പറയുന്നതാണ് ജനം മൊത്തം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബക്കാർക്ക് സംശയമുണ്ട്, ഇത് മോഹൻലാലും കൂടെ അറിഞ്ഞുള്ള കളിയാണോ, ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതാണോ? അല്ല, ആ മനുഷ്യനെ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത്, എനിക്ക് പോലും ഒരു വിഷമം ഉണ്ടായൊരു കാര്യം അതാണ്. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനോടെങ്കിലും ഒരു നീതി പുലർത്തണ്ടേ? ഇത്രയും തെറി, അതാ ഞാൻ പറയാം, ബിഗ് ബോസിൽ നേരത്തെ ഞാൻ യൂട്യൂബ് ഒരുത്തിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് അത്രയും തെറി വിളിച്ച് മോഹൻലാലിനെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ ഇട്ട സമയത്ത് ഞാനത് അവർക്ക് അയച്ചു കൊടുത്തു. ഇതിനെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു. അങ്ങനെ യവന്മാരൊക്കെ അങ്ങനെ പലതും പറയും, നമ്മളെന്തിനാ ഇവനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്, ഇവൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി നടന്നൊരുത്തനാണ്, ഇവനെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നുള്ള രീതി പറഞ്ഞു. അവരല്ല കാര്യം എന്തെന്ന കാര്യം, ഇവർക്കൊരു പ്രശ്നമില്ല. ഇവരുടെ ഈ പിന്നിൽ നിന്ന് എഴുതി കൊടുത്തിട്ട് തെറിവിളി ഏൽപ്പിക്കുന്ന മോഹൻലാലിനെയാണല്ലോ. മോഹൻലാൽ രാവിലെ തൊട്ട് ഫേസ്ബുക്കിൽ കയറി കുത്തിക്കൊണ്ടിരിക്കുക, ആറാട്ട് സന്തോഷിൻ്റെ വീഡിയോ കാണാനും മറ്റവൻ്റെ വീഡിയോ കാണാനാണോ? അല്ലല്ലോ. അദ്ദേഹം ഇതൊന്നും അറിയാം, ഒരു കുന്തത്തെക്കുറിച്ചും അദ്ദേഹം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പുറത്ത് ബിഗ് ബോസ് ഷോയിലൂടെ അദ്ദേഹം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആൾക്കാരുടെ വിഷമം, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആൾക്കാരാണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നത്. അവരാണ് ഇത് മൊത്തം നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പുള്ളി എടുത്ത് ചോദിക്കുമ്പോൾ പുള്ളി പറയും, അത് മോനെ പൊട്ടുമോനെ സമൂഹം എന്തെങ്കിലും പറയാം, നമുക്ക് എന്താ വേണം വിട്ടരു എന്ന് പറയും. പക്ഷെ പുള്ളി അറിയണം, പുള്ളിയിലൂടെ കേൾക്കുന്ന ഒരു വലിയ ജനത തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ട്സ്റ്റാറിൽ ലാലേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള രീതിയിലൊരു വീഡിയോ 50ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഈ സീസൺ 6 മലമറിച്ചെന്ന്, അതൊക്കെ കണ്ടപ്പോഴാണ് കൂടുതലും ദേഷ്യം തോന്നുന്നത്. മോഹൻലാൽ അവിടെ വന്ന് ചെയ്യുന്നത് ലാലേട്ടൻ അവർ കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് അത് മാത്രം ചെയ്യുന്നു, കൂടുതലും പറഞ്ഞിട്ട് പോവുകയാണ്. കഴിഞ്ഞ സീസണിൽ അതാ ഞാൻ പറഞ്ഞത്, ലാലേട്ടൻ 1-2 സംഭവങ്ങൾ കണ്ടിട്ട് ലാലേട്ടനെ ചോദിക്കണമെന്നുള്ള ഇത് ചോദിക്കണ്ടേ നമുക്ക്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പം അത് വേണ്ട, അത് ചോദിക്കണ്ട, കാര്യം അത് ചോദിച്ചു കഴിഞ്ഞാൽ അഖിൽമാരാർ ചിലപ്പോൾ വായ്പ കിട്ടും, മറ്റേ ആൾക്ക് മോശമാകും, അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ലാലേട്ടനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് കൂടെ നിന്നൊരാളെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. കാരണം ലാലേട്ടൻ അതുവരെ ഈ അടുപ്പമുള്ള ആളെ അദ്ദേഹം പേര് വിളിച്ച് സംസാരിക്കും. ഈ ദേഷ്യം വന്ന സമയത്ത് പുള്ളി പിന്നെ സാർ പറയൂ എന്നായി. അങ്ങനെ ലാലേട്ടൻ്റെ ടോൺ പോലും മാറി. ലാലേട്ടന് ഇത് ചോദിക്കേണ്ടതല്ലേ, ഇതൊരു മോശം ആക്റ്റീവ് അല്ലേ എന്ന് പറഞ്ഞപ്പം അത് അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് എന്ത് വേണം എന്ത് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഈ ഒപ്പമുള്ള ആൾക്കാർക്ക് കളിക്കാൻ പറ്റുമല്ലോ. ലാലേട്ടൻ അതിനകത്ത് ലാലേട്ടൻ അടിസ്ഥാനപരമായി ഇടപെടാറില്ല. പിന്നെ അദ്ദേഹത്തിന് ചോദിക്കണമെന്ന് തോന്നിച്ചിട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ മേ ബി ചോദിച്ചൊക്കെ എനിക്കറിയില്ല. ഇന്നലെയൊക്കെ ലാലേട്ടൻ ഭയങ്കര ഡൗൺ ആയിട്ട് നിന്ന് ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് അഭിപ്രായം ഇന്ന് ഞാൻ കേട്ടു. കാരണം ഈ കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ചെവികളിലും എത്തി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ആ ചോദ്യത്തിന് കൃത്യം മറുപടി. അടുത്ത വീഡിയോ
ബിഗ് ബോസിന്റെ പ്രശ്നങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് നടക്കുന്നതാണ്. സോ ഇന്നലെ അഖിലേട്ടൻ ലൈവ് വന്നു ഇത്രയും കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. സോ ജസ്റ്റ് ഇന്ന് ഞങ്ങൾ ബിഗ് ബോസ് ലൈവ് 24 ലൈവ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ പോയി. ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ആ ഒരു സംഭവത്തിനെ പറ്റിയുള്ളത് പറയാനായിട്ട് ഞങ്ങള് കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു. അപ്പം നോർമൽ ഉള്ള പോലത്തെ തന്നെ എല്ലാവരും നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നാത്ത കമന്റ്സ് ആണ് ഇടുന്നത്. ഒരു ബന്ധമില്ലാത്ത കമന്റ്സ് ആണ് മൊത്തവും വരുന്നത് അതിനകത്ത്. സോ ലൈക്ക് ഒരു കറക്റ്റ് ഒരു ഒന്നിനും കണക്ഷൻ ഇല്ല. പറയുന്ന ഓരോ കമന്റ്സിനും കണക്ഷൻ ഇല്ലാണ്ട് ഓരോ കമന്റ്സും വരുന്നത്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇടാം. അപ്പൊ ഞങ്ങള് #ബോയ്ക്കോട്ട് ബിഗ് ബോസ് ഒന്നും പിന്നെ അഖിൽമാരാർ ടീംസ് ഒന്നും അങ്ങനെയൊക്കെ പിന്നെ ബോട്ട് കമന്റ്സ് ഒന്നും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇട്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറിയിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ കമന്റ്സ് നോക്കിയപ്പോഴത്തേനും അത് കാണാനില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതെന്നാ ഇതേ സംഭവം. അങ്ങനെ ഞങ്ങൾ കുറെ മെസ്സേജ് ഞങ്ങളായിട്ടുള്ള കമന്റ് ഇട്ടിട്ട് ഞങ്ങൾ പിന്നെയും ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും അത് ഡിലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ കമന്റ്സ് കാണുന്നില്ല ആക്ച്വലി. ലൈക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയി പോവാണ്. സോ അതിനകത്ത് പിന്നെ ഈ ലൈക്ക് ബോട്ട് കമന്റ്സ് മാത്രം അതിനകത്ത് വരുന്നുണ്ട്. ലൈക്ക് ഒരു സംബന്ധം ഇല്ലാത്ത കമന്റ്സ് ആണ് അതിനകത്ത് വന്നോണ്ടിരിക്കുന്നത്. ഒരു കണക്ഷനും ഇല്ല. നിങ്ങൾ അയച്ച മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് അത് ഫുൾ വാനിഷ്ഡ് ആയി പോയി. ലൈക്ക് അതിന്റെ താഴെയുള്ള കമന്റ് മുകളിലുള്ള കമന്റും ഉണ്ട്, നമ്മുടെ കമന്റ് മാത്രമില്ല. സോ അതിന്റെ ഒരു പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഓൾറെഡി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ആ ഫോട്ടോസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ പ്രൂഫ്. ലൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റിനെ ആഗ്നസിനെ അവരിട്ടിരിക്കുന്ന കമന്റും ലൈക്ക് ഞങ്ങൾ അതിന്റെ മിഡിലായിട്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ലൈക്ക് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആ കമന്റ്സ് അവിടെ കാണാറുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജസ്ന ആഗ്നസ് ഞങ്ങൾ ഇട്ട കമന്റ് അതിന്റെ മിഡിലായിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാം. ലൈക്ക് ഓക്കെ ദെൻ പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ അപ്സര ഗോണ ഔട്ട് ഓഫ് ദ സർക്കിൾ. ഇതിനകത്ത് നോക്കിയാൽ കാണാം ഓക്കെ ദെൻ എക്സ്പ്ലെയിൻ ഹൗ അപ്സര ഗോണ ഔട്ട് ഓഫ് സർക്കിൾ. ഞങ്ങളുടെ മെസ്സേജ് അതിനകത്തില്ല. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫ്രാൻസിസും ശ്രീജെ ഇതിന്റെ നടുക്കായിട്ട് ഞങ്ങൾ ബോട്ട് കമന്റ് ഇട്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഈ സെയിം ഇത് തന്നെ ഫ്രാൻസിസ് ശ്രീജ കണ്ടോ, ഞങ്ങളുടെ കമന്റ് അതിനകത്തില്ല. ബോട്ട് കമന്റ് എന്ന് ഞങ്ങൾ ഇതിനകത്തും അൻസിബ നോട്ട് വെൽ, അൻസിബ നോട്ട് വെൽ, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ ആണ് ശ്രദ്ധയും സേതു ലക്ഷ്മി. ഞങ്ങൾക്ക് ബോട്ട് കമന്റ് ആയെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾ ഈ മെസ്സേജ് ഇട്ടത്. ഓക്കെ, അതിന്റെ സെയിം ഇത് തന്നെ നോക്കിയാൽ മതി. ശ്രദ്ധ സേതു ലൈക്ക് അതിന്റെ മിഡിലായിട്ട് ഞങ്ങളുടെ മെസ്സേജ് ഇല്ല. അല്ല ഇത് ഇപ്പം ഇത് ചോദ്യം കൊണ്ടത് കാര്യമായി. ഇതിപ്പോൾ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് നമുക്ക്. അതായത് ഞാനിതൊന്നും എനിക്കിങ്ങനെ കമൻറ്റ് ഇടാമെന്ന് ഞാൻ ഇവർ പറയുമ്പോഴാണ് അറിയുന്നത്. 100% അവർ ചെയ്യും. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിനകത്ത് ഞാനൊരു കമൻറ്റ് ഇടുകയും അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് അതിന് സമാനമായിട്ട് സപ്പോർട്ടിങ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ പലതും ഇവർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഇവർക്ക് എഗൻസ്റ്റായിട്ട് വരുന്നതെല്ലാം ഇവർ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? കഴിഞ്ഞ സീസണിൽ ഞാൻ വിജയിച്ചതിനകത്തുള്ള അരിശവും ഫ്രസ്ട്രേഷനും എല്ലാം ഉള്ളിൽ കിടക്കുന്ന ഇവർക്ക് ഇവരാൽ നിയന്ത്രിക്കപ്പെടുന്ന സീസൺ 6 എന്തോ അതിഗംഭീരമാണെന്ന് ഇവർക്ക് വരുത്തി തീർത്തേ പറ്റൂ. കാരണം ഇവർ ഇൻറ്റേർണലി ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇൻറ്റേർണലായിട്ട് പല ആൾക്കാർക്കിടയിൽ ഇവർക്ക് അല്ലാതെ ഇപ്പം പുറത്തുള്ള ജനതയുടെ മുമ്പിൽ ഇവർക്ക് എന്ത് പ്രൂവ് ചെയ്യാനോ ഒന്നുമല്ല. ഇൻറ്റേർണലായിട്ട് ഇവരുടെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അതാണ് കഴിഞ്ഞ സീസൺ 5 എപ്പിസോഡ് ഏഷ്യാനെറ്റ് പ്ലസ്സിലിട്ട് അതിന് ഭയങ്കരമായ രീതിയിൽ റീച്ച് കിട്ടിയ മൊമെൻറ്റിൽ ഇത് റിമൂവ് ചെയ്ത് കളയാനുണ്ടായിട്ടൊരു ചേതോവികാരം അവിടെ. കാര്യം സീസൺ 6 ആൾക്കാർക്ക് നാണക്കേടുണ്ടാവും. സീസൺ 5 കണ്ടന്റുകൾക്ക് കൂടുതൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ സീസൺ 6 ആൾക്കാർക്ക് അപ്പോൾ അത് റിമൂവ് ചെയ്യുകയും ഇപ്പോൾ ഈ കാണിക്കുന്ന ബോട്ട് കമൻറ്റുകൾ അടിച്ചു കയറ്റി അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതിനകത്ത് സംശയമുണ്ട്. ഈ TRPയുടെ കാര്യത്തിൽ ഫേക്ക് ആണോ? അതിനകത്ത് പരസ്യ കമ്പനികൾ ഇവന്മാർക്ക് കാശ് കൊടുത്തിട്ടുള്ള പരസ്യ കമ്പനികൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത് ഇത് എങ്ങനെ TRP കൂടുമെന്ന് ഈ ഷോയ്ക്ക്. എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുള്ളതിൽ 90% ആൾക്കാരും ഈ സീസൺ കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. 90% ആൾക്കാരും സീസൺ കാണുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർ തന്നെ നമുക്ക് ചുമ്മാതെ ഒരു പോൾ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളൊരാളെ വിട്ടിട്ട് ഒരു പരസ്യമായിട്ടുള്ള എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊരു ഇതെടുത്ത് നോക്കൂ, ഓഡിയൻസ് പോൾ എടുത്ത് നോക്കൂ. ഈ TRP ഇവന്മാർ എവിടെ നിന്ന് എടുത്തിട്ട് കൂട്ടുന്നതാണ്? ഇവന്മാർ പച്ചയ്ക്ക് പറ്റിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരസ്യ കമ്പനികളെ കൃത്യമായിട്ട് ഇതെടുക്കണം. കഴിഞ്ഞ സീസണിൽ പിന്നെ TRP കുറയാൻ വേറെ കാര്യങ്ങളുണ്ട്. 50+ ഇല്ലായിരുന്നു. കാരണം ഈ പരസ്യ കമ്പനികൾക്ക് വേണ്ടത് 50 വയസ്സിന് 40 വയസ്സിന് താഴെയുള്ള പുതിയ ആൾക്കാർ എത്ര കാണുന്നുണ്ടെന്നുള്ളതാണല്ലോ. ഇപ്പം പറയാൻ പറ്റില്ല 50+ എടുത്തിട്ടുണ്ടോയെന്ന്. വീട്ടിൽ നിന്ന് കാണുന്ന പ്രായം ചെന്ന ആൾക്കാരുടെ ലിസ്റ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി TRP ആ ലെവലിൽ കൂട്ടിക്കാണിക്കാം. രണ്ടായാലും
അതാ ഞാൻ പറഞ്ഞത്, എത്ര മെസ്സേജുകളാണ് ഓരോ ദിവസവും നമുക്ക് വരുന്നത്. കഴിഞ്ഞ സീസൺ ആൾക്കാർക്ക് സന്തോഷത്തോടെ കണ്ടിരുന്നു, അതിന് മുൻപുള്ള സീസണുള്ളവർ കണ്ടിരുന്നു. ഇത് എന്തൊരു അരോചകമാണ്, ഞങ്ങൾ കാണൊക്കെ നിർത്തി. ഇന്ന് 1-2 യൂട്യൂബിൽ റിവ്യൂ പറയുന്നവർ പറഞ്ഞു ഞങ്ങൾ 50 ദിവസത്തോടെ റിവ്യൂ പറയുന്നത് അവസാനിപ്പിച്ചു. അവർക്ക് വരുമാനം കിട്ടുന്ന പരിപാടി. അത് ഞാൻ തന്നെ തമാശ എന്നാൽ ഒരു 10,000 രൂപ ഞാൻ നിനക്ക് അയച്ചു തന്നേക്കാം ഞാൻ പറയുകയും ചെയ്തു. അതായത് നല്ല ചേട്ടാ ഞാൻ പൈസ ഇതൊരു വലിയൊരു ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ്. കാരണം ഇത് അതായത് ഇതിൻ്റെ പിന്നിൽ ഇവർ കൃത്യമായി ഇടപെടുന്നു എന്നുള്ളൊരു തെളിവല്ലേ ഇത്. കൃത്യമായിട്ട് തെളിവ് സഹിതം അവർ തെളിവ് സഹിതമല്ലേ പുറത്തു വിടുന്നത്. തീർച്ചയായും അവർ ഇടപെടുന്നുണ്ട്. അപ്പം വരുത്തി തീർക്കണം. ഇവർക്ക് സക്സസ് ആണെന്ന് വരുത്തി തീർക്കുന്നത് മാത്രം മതി. അതാണ് അടുത്ത വീഡിയോ. അഖിൽമാരാറിനോട് ഒരു ചോദ്യം. നിങ്ങളിങ്ങനെ കുറേ ലൈവിൽ വന്ന് പറഞ്ഞു, ബിഗ് ബോസിൻ്റെ ഓരോ കളികളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ സിബിനെ അവിടുന്ന് ഇറക്കി വിട്ടു, ബിഗ് ബോസ് സിബിനെ ഇറക്കി വിട്ടു. അത് ബിഗ് ബോസിൻ്റെ ആൾക്കാർ കളിച്ചാണെന്നാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതേപോലെ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ നിങ്ങളുണ്ടായിരുന്ന സമയത്താണ് തോന്നുന്നു റോബിൻ രാധാകൃഷ്ണനെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നു. പുള്ളിക്കാരൻ എന്തോ ചെറിയ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ഇറക്കി വിട്ടു. അതിൻ്റെ മുൻപത്തെ സീസണിൽ രതീഷ് കുമാറിനെ എന്തോ പ്രശ്നമായിട്ട് അയാളെ ഇറക്കി വിട്ടു. റോബിൻ രാധാകൃഷ്ണൻ തല്ലി ഫിസിക്കൽ അസോൾട്ടായിട്ട് അദ്ദേഹത്തിന് ഇറക്കി വിട്ടു. അപ്പം ഇങ്ങനെ ഓരോ സീസണിലും ഓരോ തീരുമാനങ്ങൾ ബിഗ് ബോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞു ഇങ്ങനെ മോഹൻലാൽ പറഞ്ഞ ആളെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, കാരണം പുള്ളി അത്രയും വലിയൊരു ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, ഇവര് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ലാലേട്ടൻ പറയുന്നതാണോ അതോ ലാലേട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് വ്യക്തമായിട്ടാണ്. കാരണം ലാലേട്ടൻ ആ ഒരു ശനിയാഴ്ച വന്ന് ഷൂട്ട് കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോകുന്നു. പുള്ളിക്ക് ഫുൾ ടൈം ഇത് കാണാൻ പറ്റുകൊള്ളണമെന്നില്ല. പക്ഷെ പുള്ളിക്ക് കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ആൾ ചെയ്യുന്നതാണോ അതോ പുള്ളിയും കൂടെ ഇൻക്ലൂഡ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്നൊന്നും വ്യക്തമാക്കിയേ കൊള്ളായിരുന്നു, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ നേരത്തെ അത് നമ്മൾ പറഞ്ഞതാണ്. ലാലേട്ടൻ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് അവിടെ വന്ന് നിന്ന് പെർഫോം ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനൊന്നും പറ്റത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സിബിനെ നമ്മൾ പുറത്താക്കിയത് കാരണങ്ങളൊന്നും ഇല്ല, കാരണങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതായത് ഇവനൊരു മാനസിക രോഗിയാണെന്ന് ഇവർക്ക് വരുത്തി തീർക്കുകയായിരുന്നു ഉദ്ദേശം. അവൻ ഹൗസിനകത്ത് വെച്ചിട്ട് ഇരുന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ട്രോമ എന്തോ പണ്ടം കണ്ട ഒരു പെങ്കൊച്ച് കളഞ്ഞിട്ട് പോയതിൻ്റെ വിഷയത്തിൽ അത് നിങ്ങൾക്ക് ട്രോമ വന്നു കാണുമല്ലോ എങ്ങനെയാണെങ്കിൽ കുറേ പേര് കളഞ്ഞിട്ട് പോയിട്ടില്ലേ. അതൊക്കെ കാഷ്വലി കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും വരുന്ന ചെറിയ വിഷമങ്ങളായിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ. അവനല്ലാതെ മാനസിക രോഗിയൊന്നുമല്ല. സൈക്കാട്രിക് മെഡിസിൻ അവൻ്റെ ജീവിതത്തിൽ അവൻ കഴിച്ചിട്ടില്ല. അവനത് ഞാൻ ചോദിച്ചു നീ ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ ഹൗസിനകത്ത് വെച്ച് നിനക്ക് ട്രോമ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ ലൈഫിൽ നീ എന്തെങ്കിലും മെഡിസിൻ. എൻ്റെ പൊന്നിയേട്ട ഉറക്കപ്പൊടി പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്നാവൻ പറഞ്ഞത്. അപ്പോൾ അവനെടുത്ത് ഈ മെഡിസിൻ എടുത്ത് അത് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഡോക്ടറെ കാണണമെങ്കിൽ അവനോട് മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. അത് ലോകത്തെ എവിടുത്തെ ആരോഗ്യശാസ്ത്രം അതെല്ലാം അവൻ പറഞ്ഞൊരു അറിവ് നമുക്ക് അല്ല. അതായത് ഇത് കഴിച്ചെങ്കിലേ ഡോക്ടറെ അവന് കൺസൾട്ട് ചെയ്യാൻ പറ്റത്തുള്ളെന്ന്, അങ്ങനെ വരെ അവർ പറഞ്ഞെന്ന്. അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഹൗസിനകത്തേക്ക് കയറിയിട്ട് വീണ്ടും വിളിച്ചിട്ട് ഇവനെ അവിടെ നിന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോമൺ സെൻസിൽ ഞാൻ ചോദിക്കുകയാണ്, സിബിൻ അവർക്കൊരു നല്ല മത്സരാർത്ഥി തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അവനെ ഇങ്ങനെ മറ്റേ ഈ സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കണമെന്ന് ആർക്കാരും നിർബന്ധം? പിന്നെ ഇവൻ ഡോക്ടറോട് ഇവരുടെ കുറേ നെറുകേടുകളെക്കുറിച്ച് പറഞ്ഞു. ഇവൻ അകത്തിരുന്നിട്ട് തന്നെ ഇവരുടെ കുറേ നെറുകേടുകളെക്കുറിച്ച് സംസാരിക്കുകയും അവനവൻ്റെ വ്യക്തിത്വത്തെ കീപ്പ് ചെയ്തുകൊണ്ട് അവൻ സംസാരിച്ചു. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആരാണ് ഇനി ഇവനെ വളർത്താൻ പറ്റത്തില്ല. അവൻ്റെ അങ്ങനെയുള്ള ചില വോയിസ് റെക്കോർഡുകളും ഉണ്ട് അവൻ്റെ ഉണ്ട്. അതായത് 2 പേരിരുന്ന് സംസാരിച്ചത് അവൻ്റെ ഒരു ഫ്രണ്ട് ഇരുന്ന് റെക്കോർഡ് ചെയ്തത് ഇവൻ അയച്ചു കൊടുത്തതുകൊണ്ട് വേറെ, അതായത് ഇത് ഷോയുമായി ബന്ധപ്പെട്ട ഇവർ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തു വിടും. അതെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് സിബിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ ഒരു പക്ഷേ അത് നിങ്ങൾ തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽസ് അവൻ തരും. ഞാൻ അതിനെ നിന്ന് വിളിച്ചു പറയാത്തത് അവൻ തന്നെ വിചാരിക്കത്തില്ലേ, അവൻ 1-2 പോകുമ്പോൾ അവൻ പൊട്ടിക്കെട്ടുന്നേ. ഞാൻ ആകെ അവന് പിന്തുണ കൊടുക്കാൻ പോയ ആളാണ്, അല്ലാതെ എനിക്കിതിനകത്ത് വേറെ റോളൊന്നുമില്ല. എനിക്ക് ഒരു ചെറുപ്പക്കാരനെ അകാരണമായിട്ട് ഞാൻ കൂടി ഭാഗമായ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ജനത്തിനുണ്ടായ സംശയം ശരിയാണെന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ ചെയ്തത്. അതിന് കാരണക്കാർ ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന ഈ 2 പേരാണെന്നും അവർ ഇന്നലകളിലും ഇന്ന രീതി ചെയ്തിട്ടുണ്ടെന്നും അവർ സ്ത്രീകളോടും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നും മറ്റു ചില മത്സരാർത്ഥികളുടെ സാമ്പത്തിക പരിപാടി ചെയ്തെന്നും ഞാൻ പ്രേക്ഷകരോട് പറയുകയും അത് ചാനലിൻ്റെ അധികൃതർ മനസ്സിലാക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അല്ലാതെ പ്രേക്ഷകർക്ക് നമ്മൾ ഇവരെ ഈ മുഖം കണ്ടാൽ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഈ 2 പേരെ, ചാനലിലെ 2 സ്റ്റാഫുകളായിട്ടിരിക്കുന്ന ഈ 2 പേരെ നമ്മൾ പൊതുമധ്യത്തിൽ വലിച്ചു കീറേണ്ട കാര്യമില്ല. പൊതുമധ്യത്തിൽ വലിച്ചു കീറാനല്ല എൻ്റെ ഉദ്ദേശം. ഇപ്പം വലിയ സെലിബ്രിറ്റികളുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കാശടിക്കാനാണെങ്കിലും പറയാം. അവിടെ ഞാൻ ഇപ്പം പുറത്ത് വിടും, ഇപ്പം നാറ്റിക്കും എന്ന് പറയുമ്പോൾ കാര്യം സമൂഹം തിരിച്ചറിയുന്നവരാക്കാൻ. ഇപ്പം ഞാൻ ഈ വിഷയങ്ങളെല്ലാം വന്നാൽ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാം, ഇവരാരാന്ന് അറിയത്ത പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ താങ്കളെപ്പോലെ ഒരാൾക്കെതിരെ ഇങ്ങനെ ആരോപണം പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പുറത്തിറങ്ങി നടക്കുമ്പോൾ 4 പേരെങ്കിലും പറയത്തില്ല, ഓ ലവൻ എന്ന് പറയത്തില്ലേ?
ഇവർക്ക് അങ്ങനെയും പ്രശ്നമില്ല. ഞാൻ ഇവരുടെ പേര് പറഞ്ഞാലും ഇവർക്ക് പ്രശ്നമില്ല, ഇവരെ അറിയത്തില്ല ആരും. പേര് പറയുന്നതാണ് നല്ലത്. അടുത്ത വീഡിയോ. അത് നിങ്ങൾക്ക് നല്ലത്. ഹായ് അഖിലേട്ട, എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പൊ പലപ്പോഴും ഇതിലെ കള്ളത്തരങ്ങൾ അഖിലേട്ടൻ പറയുന്നതിന് മുന്നേ നമുക്കൊക്കെ ഫീൽ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അഖിലേട്ടൻ ഇപ്പൊ തുറന്നടിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ലാലേട്ടൻ ഇതെല്ലാം അറിയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രേക്ഷകര് പറഞ്ഞെങ്കിലും ലാലേട്ടൻ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടായിരിക്കാം. അപ്പം അഖിലേട്ടൻ തന്നെ പറയുന്നുണ്ട് അഖിലേട്ടന്റെ കരിയർ ഇവരെ അവസാനിപ്പിക്കും. പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ലാലേട്ടൻ എന്ത് വേണമെങ്കിലും അവരടുത്ത് ചോദിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തപ്പെടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് കുറെ കാര്യങ്ങൾ ലാലേട്ടനെ കണ്ടിട്ടായിരിക്കും വരുന്നത്. എന്തുകൊണ്ടത് ലാലേട്ടൻ ചെയ്യുന്നില്ല? മീൻസ് ഈ രണ്ട് വ്യക്തികളെ അത്രയ്ക്ക് ഒരു ഫേമസ് അങ്ങനെ ആണോ? അതോ ലാലേട്ടനും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല? ലാലേട്ടനാണെങ്കിൽ ഈ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ലാലേട്ടന് പറയാൻ പറ്റും, ലാലേട്ടന് ആരെയും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയില്ല. സോ അതാണ് എന്റെ. അത് ലാലേട്ടന് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ വലിയ പൈസയല്ലേ, 15 കോടി രൂപയാണ് എൻ്റെ അറിവിൽ ഒരു സീസണിലേക്ക് അദ്ദേഹത്തിനായിട്ടുള്ള കോൺട്രാക്റ്റ്. അത് ഈ 15 കോടി ലാലേട്ടൻ അവർ കൊടുക്കുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനായിരിക്കുമല്ലോ ലാലേട്ടനെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടൊരു ഹോസ്റ്റ് എന്ന നിലയിൽ താങ്കൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് അവിടെ വന്ന് അവതരിപ്പിച്ചാൽ മതി. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, അത് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞേ പറ്റൂ, കാരണം ഞങ്ങൾക്ക് അതിനകത്തൊരു ഗെയിം പ്ലാൻ ഉണ്ട്. ഇപ്പം ലാലേട്ടൻ പോയി സിബിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറച്ച് കണ്ടൻ്റ് ഉണ്ട്. ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഹൗസിൻ്റെ ലിവിങ് ഏരിയയിൽ ഒരു അടി ചിലപ്പോൾ ഉണ്ടാകും. ഇത് ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഉടനെ കേട്ട പാതി കേൾക്കാതെ അപ്പുറത്തിരിക്കുന്നതിൻ്റെ നോട്ടം അങ്ങ് മാറും. ഉടനെ അതിൻ്റെ പേരിൽ അവിടെ അടിയുണ്ടാവും. അപ്പോൾ അതായത് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ലാൽ സാർ ഇത് പറയണം. അപ്പോൾ ലാൽ സാർ കാര്യം ശരിയാണല്ലോ, ഇതൊരു ഇവർക്ക് പിന്നിൽ ഇവർക്കൊരു പ്ലാൻ ഉണ്ടല്ലോ, ഓരോ മത്സരാർത്ഥിയെയും ഏത് രീതിയിലേക്ക് പുറത്ത് കൊണ്ടുവരണം, അവരുടെ സ്വഭാവങ്ങളുടെ ഗുണദോഷങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടന് ഇടപെടാൻ ഉള്ളിൽ തോന്നത്തതുമില്ല. ഇപ്പോൾ സിനിമ അഭിനയിക്കാൻ പോകുന്ന ലാലേട്ടന് ക്ലൈമാക്സിനെ കുറിച്ച് ചോദിക്കാനൊന്നും ചിലപ്പം പോയിട്ടായിരിക്കത്തില്ല ഇൻ്റർവെൽ ഭാഗം അഭിനയിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സീക്വൻസ് നടക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹം പേര് അതൊക്കെ സംവിധായകർക്ക് വിട്ടുകൊടുത്തേക്കാം, അവരുടെ ഉത്തരവാദിത്തം വന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഷോ ഡയറക്ടറോ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറോ ഒന്നും അല്ലാത്തടത്തോളം കാലം ഹോസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ മൈക്ക് ആ ലാലേട്ടൻ ഈ ഒരു സംഭവം കാണുന്നില്ല. പക്ഷെ ലാലേട്ടൻ എല്ലാം കാണുന്നുണ്ടെന്നുള്ള സംഭവത്തിലല്ല ആള് സംസാരിക്കുന്നത്. അതായത് ലാലേട്ടനെ ഇവർ കാണിക്കും, ലാലേട്ടനെ ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിൻ്റെ എപ്പിസോഡുകളിൽ ലാലേട്ടനെ കാണിച്ചു കൊടുക്കും ഇവർ. അതുകൊണ്ടാണ് ലാലേട്ടൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഓർമ്മ പറയുന്നത്. അത് അദ്ദേഹത്തിനൊരു അസാധ്യ സ്കില്ല് കൂടി കേട്ടോ. അദ്ദേഹം അത് കൃത്യമായിട്ട് ഈ ഹൗസിൽ നിന്ന് നമ്മളിത് പറയുമ്പോഴത്തേ നിങ്ങൾ ചെയ്തത് എനിക്കറിയാം എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്തൊക്കെ അദ്ദേഹം ചില രാത്രിയിലൊക്കെ ഇവർ എല്ലാ രാത്രിയിലും എപ്പിസോഡ് അയച്ചു കൊടുക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എല്ലാ രാത്രിയിലും ലാലേട്ടൻ എപ്പിസോഡ് അയച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഞങ്ങളെ സീസണിലൊക്കെ പറയും ഇതെന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും കിടന്ന് അടിയും മഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ റിയാക്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ രാത്രി അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇരുന്ന് കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എപ്പിസോഡായിരിക്കും കാണുന്നത്. അത് പുള്ളി അസാധ്യ ആക്ടറല്ല. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ആരും പുള്ളിക്ക് അവിടെ ചൂടാകണം. കാരണം ചൂടാകുന്ന ആ മൊമെൻറ്റിൽ തന്നെ ലാലേട്ടൻ പിന്നീട് അത് കട്ട് ചെയ്തിട്ട് ചിരിച്ച് സംസാരിക്കുമല്ലോ അവരടുത്ത്. അതായത് കാരണം ഈ ലാലേട്ടൻ ചൂടാകുമ്പോഴാണ് ഇവർ പേടിക്കുന്നത്. പിന്നെ ഇതിലൊരു കോമഡി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് വിഷയം മധു വിഷയം തൊട്ട് എൻ്റെ അടുത്ത് എൻ്റെ എല്ലാം പറഞ്ഞു. ഇത് കേട്ട് ഞാൻ തകർന്നു പോയില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. എനിക്ക് ചിന്തിച്ചൂടെ, കേരളത്തിൽ ആളിക്കത്തിയ വിഷയം, എനിക്കെതിരെ കേസ് ബഹളം മറിച്ചത് തൊട്ട് പല പ്രശ്നങ്ങളും വരുന്നു. അപ്പോൾ നമ്മളിതിനെയൊക്കെ അതിജീവിച്ച് അവിടെ നിൽക്കുക. അതിജീവനമാണല്ലോ അടിസ്ഥാനപരമായി ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. നമ്മളതിനെ അതിജീവിക്കുക, നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങളെയും. പ്രേക്ഷകർ അതെ അത് അതിൻ്റെ ഒരു വ്യക്തമായ സ്ക്രിപ്റ്റ് ഷോ ഡയറക്ടർ, അതായത് ലാലേട്ടൻ്റെ ഷോ ഡയറക്ടർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ലാലേട്ടൻ ആ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അത് കാണിച്ചു കൊടുക്കും കേട്ടോ. അതായത് അവർ ചെയ്ത തെറ്റും ഭാഗങ്ങളും കാര്യങ്ങളും ഇന്നതുകൊണ്ടാണ്, ഇതാണ് ലാലേട്ട പ്ലാൻ, ഇതാണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹം പറയേണ്ട എല്ലാ വിഷ്വൽസും അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അകത്ത് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കത് ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു മത്സരാർത്ഥിയെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് അയാൾക്ക് തന്നെ അവിടെ ഒരു ശരിയുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എന്നെ നെഗറ്റീവാക്കി സംസാരിക്കുന്ന സമയത്ത്
എന്തുകൊണ്ട് ഞാൻ പോസിറ്റീവായെന്ന് ചോദിച്ചാൽ എൻ്റെ പോസിറ്റീവ് ആക്ടിവിറ്റി അപ്പുറത്ത് പിന്നീട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കട്ട് ചെയ്ത് പ്രേക്ഷകരെ കാണിച്ചത് കൊണ്ടാണ്. അയ്യോ അങ്ങനെ അപ്പോൾ ആ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി വരും. പുള്ളി അന്നേരം അങ്ങനെ ചെയ്തെങ്കിൽ പിന്നീട് പുള്ളി പോയി തിരുത്തിയിട്ടുണ്ട്. പുള്ളി അവിടെ പോയി ശ്രുതി എടുത്ത് പുള്ളി പോയി കിടന്ന് ബഹളം ഉണ്ടാക്കി. അവരിപ്പോൾ ഭയങ്കര കമ്പനിയാണ്, അത് പ്രശ്നമൊന്നും ഇല്ല. അത് കാണിക്കാതിരുന്നാൽ നമ്മളെ കുഴപ്പക്കാരനായിട്ടേ കാണത്തുള്ളൂ. നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡോ നെഗറ്റീവ് നേച്ചേഴ്സോ മാത്രം പുറത്തേക്ക് കാണിക്കുമ്പോൾ പ്രേക്ഷകരും വിചാരിക്കും ഇവൻ ഇതാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇവർക്ക് വേണമെങ്കിൽ ഒരാളെ അത്തരത്തിൽ പോർട്രേറ്റ് ചെയ്യും. എന്നെയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ സീസൺ കണ്ട എല്ലാവർക്കും അതറിയാം. നമ്മളെ നെഗറ്റീവ് ആക്കാൻ തന്നെ ശ്രമിച്ചത്. എങ്ങനെ കയറി അങ്ങ് പോസിറ്റീവ്, ആരുടെയോ കാലൊക്കെയാണ്. അപ്പോൾ ലാലേട്ടന് ഇവർ അത്തരം ചോദ്യങ്ങൾക്കുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. തന്നെയായിരിക്കും അദ്ദേഹം പറയുന്നത്. അതെ പറയുന്നില്ല. അടുത്ത വീഡിയോ. നമസ്കാരം. ബിഗ് ബോസ് എന്ന ഷോയിലൂടെ താങ്കൾ എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഇത് മുഖാന്തരം ലഭിക്കുന്നത്? എന്റർടൈൻമെന്റ് ആണോ അതോ വേറെ വല്ലതുമാണോ? അതായത് അടിസ്ഥാനപരമായിട്ട് ഇതൊരു ഷോയാണ്. ഏതൊരു ഷോയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഷോയുടെയും ലക്ഷ്യം. നമ്മൾ സിനിമ കാണാൻ പോകുന്നതും നമ്മൾ ഉത്സവപ്പറമ്പുകളിൽ ഗാനമേള കേൾക്കാൻ പോകുന്നതും ഒന്നും തന്നെ നമുക്ക് ഒരു മെസ്സേജ് കിട്ടാനുമല്ല. ലോകത്ത് അങ്ങനെ ഒരു മെസ്സേജും ഒരു സിനിമയിൽ നിന്ന് കൊടുത്താൽ ഇതൊട്ട് ആരും ഏറ്റുപിടിച്ച ചരിത്രവും ഇല്ല. അതുകൊണ്ട് സന്ദേശം എന്നതിന് വേണ്ടിയിട്ടല്ല. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഒരുപാട് ഒന്ന് വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും നമുക്ക്. വേണമെങ്കിൽ ഈ ഷോ കറക്റ്റായിട്ട് പോയാൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും മറ്റുള്ള ഏത് കാര്യത്തെക്കാട്ടിയും. അവിടെ ഞാൻ പറഞ്ഞത് ഇത് സമൂഹത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അകത്ത് വെച്ചിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നാദറ വന്നതിന് ശേഷം ട്രാൻസ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ തന്നെ ജനം കണ്ടത് വളരെ സ്നേഹത്തോടു കൂടിയാണ്. കാര്യം നാദറയിലൂടെ ഒരുപാട് ട്രാൻസ് വുമണ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. അതായത് നമ്മൾക്കിടയിൽ മനുഷ്യർ ആൺ പെണ്ണ് മാത്രമുണ്ടെന്ന് കരുതുന്ന ആൾക്കാർക്കിടയിൽ നമ്മൾക്കിടയിൽ വലിയ വിഭാഗം ആൾക്കാരുണ്ടെന്ന് റിയാസിലൂടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുത്തി. ഹൗസിനുള്ളിൽ നടത്തുന്ന ഓരോ ആക്ടിവിറ്റീസിലെയും ശരിതെറ്റുകളെ ഒരു വീട് എങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വഴക്ക് പറയും, ഫാൻ എന്താ ഇട്ടേക്കുന്നത്. കാരണം ഞാൻ പിള്ളേരടുത്ത് പറയും പുറത്തിറങ്ങിയാൽ ഫാൻ ഓഫ് ചെയ്തേക്കണം, ലൈറ്റ് ഓഫ് ചെയ്തേക്കണം. ഞാനത് ചെയ്താൽ എന്നെ ഒന്ന് ചോദ്യം ചെയ്യും, അച്ഛാ ഇങ്ങോട്ട് കയറുക, അതെ തന്നെ അവിടുത്തെ ഫാൻ ഇട്ടേക്കുന്നത്, ആ മര്യാദയ്ക്ക് പോയി ഓഫ് എന്ന് എൻ്റെ പിള്ളേർ എന്നോട് പറയും. ഇത് ഹൗസിനുള്ളിൽ നിന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പഠിക്കാം. ഹൗസിനുള്ള ഓരോ വീടിൻ്റെ ആക്ടിവിറ്റീസും ഓരോരുത്തരാണ് ചെയ്യുന്നത് ഓരോ ദിവസവും. എന്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ആക്ടിവിറ്റീസ് ഒരു ദിവസം ഭർത്താവ് ചെയ്താൽ പിറ്റേന്ന് ഭാര്യയ്ക്ക് ചെയ്തുകൂടാ, പിറ്റേന്ന് മക്കൾക്ക് ചെയ്തുകൂടാ? കുടുംബം കൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്ക് മാത്രമല്ലല്ലോ. ഇപ്പം സ്ത്രീ അടുക്കളയിൽ നിന്ന് മാത്രം ജോലി എടുക്കണമെന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പം ബിഗ് ബോസ് കാണുകയാണ്, അവിടെ നോക്കുമ്പോൾ പലരും ഓരോരുത്തർക്കും ഓരോ ദിവസം ഡ്യൂട്ടി. അതേ കണക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്തുകൂടെ? അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ ഹൗസിനുള്ളിലെ ഒരു വിഭാഗം പേർ ഏറ്റെടുക്കുന്ന വിഷയം എന്താണെന്നും പുറത്ത് വലിയൊരു ജനത ഏറ്റെടുക്കുന്ന വിഷയം എന്താണെന്നും നമ്മൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നു. ശരി ഏതാണെന്ന് നമുക്കവിടെ തിരിച്ചറിയാൻ പറ്റുന്നു. എന്ത് ചെയ്യുമ്പോഴാണ് ജനം നമ്മളെ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പ്രത്യേകിച്ച് യാതൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം കയറി വന്നാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കുമെന്ന് നമ്മൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അതിലെല്ലാം ഉപരി ഈ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ലൈഫ് സ്റ്റോറി ഉണ്ടാവും. ആ ലൈഫ് സ്റ്റോറിയെ ഇവരെങ്ങനെ അതിജീവിച്ച് ഇവിടം വരെ എത്തി, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എന്നെ എന്തുകൊണ്ട് ജനം ഇഷ്ടപ്പെട്ടു? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സത്യമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയപ്പോൾ എന്നെ ഹൗസിലുള്ള എല്ലാവരും എതിർത്തു. പക്ഷേ ആര് എന്നെ സപ്പോർട്ട് ചെയ്തു? പുറത്ത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആര് കാണുമെന്നങ്ങ് ചുമ്മാതെ ചിന്തിച്ചേക്കുക, ദൈവം കാണുമെന്ന് ചിന്തിച്ചേക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയെയും ഒരു തേടായി, ഈ തേടയായിരുന്നല്ലോ പ്രേക്ഷകർ. ബിഗ് ബോസിൽ എൻ്റെ ദൈവമായിരുന്നു പ്രേക്ഷകർ. അവരായിരുന്നു എന്നെ വിലയിരുത്തിയത്. അതേപോലെ എൻ്റെ പുറത്തുള്ള ജീവിതത്തിൽ പ്രേക്ഷകർ ദൈവം എന്ന് പറയുന്നൊരു തേടയ്ക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. ഒരുത്തനെയും ചതിക്കാതെയും പറ്റിക്കാതെയും സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പം നമുക്ക് നല്ലതുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം ബിഗ് ബോസിലൂടെ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ അതിന് പോയിരുന്നിട്ട് ഇത് കാണിച്ചാൽ ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അഖില കുറേ കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ഇപ്പോഴും അഖില് വാദിക്കുമ്പോഴും ഞാൻ അഖിലിനോട് സപ്പോർട്ട് ചെയ്യാത്ത, പേര് വെളിപ്പെടുത്താത്തതുകൊണ്ട് അഖിലിനോട് എനിക്കൊരു കാരണവശാലും ഈ പറയുന്നതിൽ യോജിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. പേഴ്സണലി ഞാൻ പറയുകയാണ്. കാരണം അഖില് പേര് പറയാൻ ബാധ്യസ്ഥനാണ്. അഖില് പേര് പറയുമെന്ന് ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അഖില് നേരത്തെ പറയുന്നത് അത് ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ഇവരെ തിരിച്ചറിയില്ല എന്നും, ഇവരെ തിരിച്ചറിയുന്ന സമൂഹമുണ്ട്, ഇവരെ തിരിച്ചറിയുന്ന ഫോട്ടോ ഉണ്ട്, അത് വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. നിങ്ങൾ പേര് പറഞ്ഞാൽ മാത്രമുള്ളൂ ആളുകൾക്ക് കയറി നോക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ പേര് പറയാത്തത്ര, നിങ്ങൾ തെളിവ് തരാത്തത്ര കാലം
എന്നെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചോളം താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. 1% പോലും വിശ്വസിക്കരുത്. പൂർണ്ണമായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പേര് പറയാൻ ആർജവം കാണിക്കണം. അഖിൽ ആർജവം കാണിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. എൻ്റെ അഭിപ്രായം, ഞാൻ ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഈ ചാനലിൻ്റെ പിന്നിൽ നിന്ന് ചാനലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഷോയിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്കെതിരെ കളിക്കുന്ന എല്ലാ നെറുകേടുകളും ചെയ്യുന്ന 2 പേർ ഈ ഷോയ്ക്കുള്ളിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ 2 പേര് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, ഇന്നലകളിൽ കാണിച്ച തെമ്മാടിത്തരങ്ങളും എനിക്കറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചൊരു തെമ്മാടിത്തരത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരെ ചാനലിനുള്ളിൽ ചൂണ്ടിക്കാണിക്കുക, അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. ഇവരെ പൊതുസമൂഹത്തിൽ ഇട്ട് കൊടുത്താൽ നാളെ ഇവർ കരുത്തരായിട്ട് തന്നെ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നാറിപ്പോത്തേ ഉള്ളൂ. എൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെയോ എൻ്റെ മോൾ ഷൈൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തനം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അഖിൽമാരാർ പറഞ്ഞതിന് എനിക്ക് വിലയൊന്നും തരണ്ട, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രേക്ഷകരുടെ സംശയത്തെ മാനിച്ചുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം വെക്കാനോ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മറുപടികൾ കേൾക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി അവരെടുത്ത് പോയിട്ട് ഞാൻ പറയും ഇന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയും. ഇനി പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, 1 എനിക്കെതിരെയുള്ള വ്യക്തമായിട്ടുള്ള കാരണമാവണം. 2 എന്നോട് ഇവർക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ പറഞ്ഞ ആൾക്കാർ, അതായത് സിബിൻ തൊട്ട് ബാക്കിലോട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറയുകയാണ്, ചേട്ടാ ധൈര്യമായിട്ട് അവരുടെ പേര് പറഞ്ഞോ, ഞങ്ങളും പറയാൻ തയ്യാറാണ് എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. എന്തെന്ന് വെച്ചാൽ ഞാനിത് പറയുകയും അവരിത് തള്ളിപ്പറയുകയും ചെയ്താൽ എൻ്റെ കയ്യിൽ എന്നെ അവർ പീഡിപ്പിച്ചിട്ടില്ല, എനിക്ക് നിക്കറടിച്ച് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് വരികയും അവർ പറയുകയും ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റൂ. നമുക്ക് കാത്തിരിക്കാം. നാളെ അഖിൽമാരാറും സിബിനും തമ്മിൽ ഒരു ഡിബേറ്റ് നടത്താൻ താങ്കൾ തയ്യാറാണോ? ഡിബേറ്റോ? ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് നടത്തിയിട്ട് കാര്യമില്ല, ഒരേ അഭിപ്രായമല്ലേ. നിങ്ങൾ തമ്മിൽ ഇരിക്കാൻ തയ്യാറാണോ? അത് പബ്ലിക്കായിട്ട് ചോദിച്ചാണോ വെറുതെ കാഷ്വലി ചോദിച്ചാണോ? ചോദ്യമായിട്ട് ചോദിച്ചാണോ? അതിപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് നാളെ ഒരു പടത്തിൽ വന്ന് അഭിനയിക്കാമെന്ന് ചോദിക്കുന്നതാണ് കായി പോകുമല്ലോ. അത് നമുക്ക് നോക്കാം. ഓസിന് കച്ചവടം ഒരാളേ. അഖിലെ, ഈ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അവരാരെങ്കിലും പറയുവാണെങ്കിൽ അഖിലേൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ ആ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇത്രയും ആരോപണം ഉന്നയിച്ച അവർ പറയുന്ന ആരോപണം സ്ത്രീ വിഷയം ഉൾപ്പെടെയാണ്. സ്വമേധയാ കേസെടുക്കുന്ന വകുപ്പുകൾ ഇവിടെ ഉണ്ട്. അത് അവർ പറയണം, ഞാൻ പറയണം. സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട്. അഖിലിപ്പോഴും അതിൽ ഉറച്ചു വേറെ കാര്യം കേട്ടോ, ഈ വ്യക്തിക്കെതിരെ ഓൾറെഡി മീറ്റു ആരോപണം ഉള്ളതാ. അല്ല, ഞാൻ പറയുന്നു അഖിലിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പാണുള്ളത്. ഇനി തീരുമാനിക്കേണ്ടത് ആ വകുപ്പുകൾ പ്രകാരം തീരുമാനിക്കാം. അഖിൽ എന്തായാലും പേര് വെളിപ്പെടുത്തില്ല. അഖിലെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒത്തിരി സന്തോഷം അഖിൽ ഇത്തരം ആർജവത്തോടുകൂടി സംസാരിച്ചു. താങ്ക് യു.